റിപ്പോർട്ടറിൻ്റെ ബസ്സും കാര്യങ്ങളും അതുപോലെ ബാക്കിൽ കാരങ്ങളുണ്ട്. കാരങ്ങൾ അപ്പോൾ ഒരു പ്രൊഫഷണൽ സിംഗറാണ്. അപ്പം ഈ നല്ല ചൂടത്ത് ഒത്തിരി തണുപ്പോടെ ഒരു പാട്ട് കൂടി നമുക്കൊന്ന് കേൾക്കാം. അഷഫ് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? പഴയൊരു ഹിന്ദി മെലഡി പാടാം. ആഹാ, അടിപൊളി അല്ലേ? നമുക്കൊന്ന് കേട്ടു വരാം. जब से तुझे देखा दिल को कहीं आराम नहीं, मेरे होठों पे एक तेरे सिवा कोई नाम नहीं. ഇതിനിടയ്ക്ക് പാട്ട് പാടിയ നമ്മുടെ അഷ്റഫിന് കൊടുത്തോളൂ. ഓക്കെ, സങ്കീർത്തന വിളിച്ചാട്ടെ. ഓക്കെ മക്കളെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാപ്പ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. റിപ്പോർട്ടർ കണ്ട അതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാലോ. നമ്മുടെ ഇല്ലയെന്നറിയോ, പറശ്ശിനി എന്തിനാ പറഞ്ഞാലും പറഞ്ഞാൽ അതിന് മുമ്പ് 2 സാധനത്തിനെ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടേരോ. അതാ ഒന്ന് പോയി സാധനം കണ്ടോ. അതാണ് പ്രൈത്തേട്ടുണ്ട്. നമ്മൾ എവിടെ പോകുന്നു ഒന്ന് പറഞ്ഞേ. നമ്മൾ ഇപ്പോൾ ഉള്ളത് പറശ്ശിനിക്കടവാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. സമയം പറഞ്ഞേ. രാവിലെ കറക്റ്റ് 6 മണിയായി. ഇത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ഈ കേരള നിയമസഭ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു പ്രോഗ്രാമാണ്. ഡോക്ടർ അരുൺ സാറുണ്ട്, അതുപോലെ റിപ്പോർട്ടർ ചാനലിൻ്റെ മറ്റു ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 1-2 മണിക്കൂർ ഈ ഒരു ചാനലിൻ്റെ പ്രോഗ്രാംസൊക്കെ ഇപ്പോൾ നടക്കും. അപ്പോൾ കൂടുതൽ വിശേഷം നമ്മൾ ഹൗസ് ബോട്ടിൽ എഴുന്നേറ്റ് ജസ്റ്റ് കുടിച്ച് ഓടി എത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രസ്സിൻ്റെ ബാക്കി കാര്യങ്ങൾ അത് മാത്രമല്ല, ഇപ്പോൾ ലൈവിൽ 7 മണി മുതൽ ലൈവായിട്ട് ചാനലിലേക്കാണ് റിപ്പോർട്ട് ചാനൽ ഞങ്ങളുടെ ഷോ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഹൗസ് ബോട്ട് ഇതിലോട്ട് തന്നെ അല്ലേ, ഇതന്നെ എൻട്രൻസ് എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയട്ടാ. നമ്മളെ ചാനലിൻ്റെ ടീംസൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിന്. ഇപ്പുറം കയറിയിട്ടുണ്ട്. ഞാൻ 4:30 മണിക്ക് അടിച്ചില്ലേ, 4:30 മണിക്ക്. ഇതാ ഹൗസ് ബോട്ട്, പറശ്ശിനിക്കടവ് ഹൗസ് ബോട്ട്. ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇവിടുത്തെ പറശ്ശിനിക്കടവിലെ മെയിൻ ഇതാണ് അല്ലേ എഴുത്തേട്ടാ. മുത്തപ്പൻ്റെ അല്ലേ, മുത്തപ്പൻ്റെ അടുത്ത് അവിടെ ഇപ്പോൾ ഒരു വലിയൊരു നായുണ്ട് അവിടെ മുത്തപ്പൻ്റെ മുമ്പിൽ അല്ലേ. പിന്നെ ഇവിടെയാണെന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മുത്തപ്പന് ജാതിമത വർണ്ണ വർഗ ഒന്നുമില്ല അല്ലേ. ഞാൻ വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം അവിടെ മുത്തപ്പൻ്റെ നടക്കുന്നുണ്ട്. മുത്തപ്പൻ ഇപ്പോൾ രാവിലെ ഉണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്താ സുഖം എന്നറിയാം. ഇന്ന് രാവിലെ എണീച്ച് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ആക്കിയാണ് മോർണിംഗ് വാക്ക്. ഫോട്ടോസ് ഫോർ യുവർ മെമ്മറീസ്, ഓർമ്മകളെ സ്വന്തമാക്കാം. രാവിലെ നമ്മളെ പറശ്ശിനിക്കടവിലുള്ള വ്യൂ ഇത് കണ്ട. പറശ്ശിനി പാലുതാ കണ്ട, പറശ്ശിനി പാലുതാ അങ്ങാണ്. ഇവിടെ ഇരിക്കേണ്ട സീറ്റിലായിട്ട് അടിപൊളി വ്യൂ ആണ്, സൂപ്പർ വ്യൂ. പിന്നെ ഈ സംസാരിക്കുന്ന കേൾക്കുമെന്നറിയില്ല, മുത്തപ്പൻ്റെ അടുത്തുള്ള അതിൻ്റെ സൗണ്ട്. ഞാൻ പറയല്ലോ നായിൻ്റെ ഇത് കണ്ട, ഫുൾ നായ്ക്കൊക്കെ കണ്ട. ചൊട്ടെല്ലാം വെച്ചിട്ട് കുറിയെല്ലാം വെച്ചിട്ടുണ്ട്. കുറി ചൊട്ടാന്ന് പറയുന്നത്, കുറി അല്ലേ. മുത്തപ്പൻ അമ്പലത്തിൻ്റെ ഫ്രണ്ട്. നമ്മൾ ഹൗസ് ബോട്ടിൽ കയറി കയറി വെക്കണമെങ്കിൽ പോ വേണ്ട. ഹൗസ് ബോട്ട് ഇതാണ് നമ്മുടെ ഡ്രൈവർ നിൽക്കുന്ന സ്ഥലം. കണ്ട സ്റ്റാരിങ്. മുകളിൽ കയറി വെക്കട്ടെ, മുകളിൽ കയറട്ടെ. ഭയങ്കര ലൈറ്റ് ഫ്ലിക്കറിങ്ങിൻ്റെ ഭയങ്കര പ്രശ്നം ഇന്നുണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, കണ്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഈ കുറച്ച് ടൈം, അതായത് ചാനലിലൊക്കെ നമ്മൾ കാണുന്ന ചെറിയ വിഷ്വൽസ് ഇല്ലേ, അത് ഓരോ ന്യൂസും കാര്യങ്ങളും എത്ര ആൾക്കാരുടെ എഫേർട്ടാണെന്നറിയാം. അതാണ് നമ്മൾ പറയുന്നല്ലേ പ്രൈത്തേട്ടാ അല്ലേ. എത്ര ആൾക്കാരെ എഫേർട്ടാണെന്നല്ലേ, എത്ര ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് അറിയാം അല്ലേ.
ഒരു 50-60 ആൾക്കാർ ഉണ്ടല്ലേ ന്യൂസ് ലൈവ് പോകുമ്പോൾ. ഒരു ലൈവിൽ ചെറിയൊരു നമ്മൾ കാണുന്ന ഒരു സംഭവത്തിൻ്റെ പിന്നിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതാണ് ഇപ്പം ഇങ്ങനത്തെ സംഭവങ്ങളിലാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുക. കുറേ ക്യാമറ അതല്ലേ. 7 മണിക്ക് ലൈവ് പോകണമെങ്കിൽ ഇവർ 5 മണിക്ക് ഇവിടെ എല്ലാം റെഡി ആയിരിക്കണം. അതന്നെ കറക്റ്റ് 7 മണി എന്നാണ് പറഞ്ഞാൽ കറക്റ്റ് 7 മണി ഷാർപ്പല്ലേ. അതൊക്കെ പറയത്തിട്ട് എന്നോട് പറയുന്നത് കറക്റ്റ് 7 മണി എന്നാണ്. അവർ 7 ഇങ്ങനെ മുട്ടുന്ന സമയത്ത് പോയി. അതാണ് റിപ്പോർട്ടറിൻ്റെ ബസ്സും കാര്യങ്ങളും. അതുപോലെ ബാക്കിൽ കാരവാനുണ്ട്. നിങ്ങളോ കാരവാൻ റിപ്പോർട്ടറിൻ്റെ ബസ് കണ്ടോ. റിപ്പോർട്ടറിൻ്റെ ബസ് കാരവാനുണ്ട് ബാക്കിൽ. കാരവാൻ സെറ്റാണ് കണ്ടോ. എല്ലാ സെറ്റപ്പ് റെഡിയാണ്. പോവാ. ഈ ബാഗിലിടാം അല്ലേ. ഡ്രസ്സ് വെച്ചോ. യെസ്. അങ്ങനെ നമ്മൾ പോയിൻ്റെ സൈഡിൽ തന്നെ എത്തി. ബോട്ടിനടുത്ത് ഇതേണ്ട ഓൾറെഡി ആ ബോട്ടിൽ നിന്ന് ഹൗസ് ബോട്ടുണ്ടോ അതിൽ നിന്ന് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ അരുൺ സാർ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോഫി വിത്ത് അരുൺ കേട്ടോ. യൂണിഫോം ഇട്ടിട്ടുണ്ട് കണ്ടാ. യൂണിഫോം ഇട്ടിട്ടുണ്ട്. അതാ ബോട്ട് വട്ടം കിടക്കുന്നുണ്ടോ. അതാ ഫ്രണ്ടിലോട്ട് പോകുന്നു. ഓൾറെഡി അതിൽ നിന്ന് എന്താ പറയുക സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടെ ബോട്ട് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കാണാം. രാവിലത്തെ സീനുണ്ടല്ലോ. രാവിലത്തെ ഭയങ്കര രസമാട്ടോ. ഓക്കെ. നേരത്തെ ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു നീർക്കാക്ക വെള്ളത്തിനടിയിലേക്ക് പോയി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അത് ഇതുവരെയായിട്ട് പൊന്തിയിട്ടില്ല. ഇവിടെ അവിടെ ഒരു ബോട്ട് റെഡിയാകുന്നുണ്ട്. ഇവിടെ ഒരു നീർക്കാക്ക വെള്ളത്തിനടി പോയി. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ അഷറഫേ വീഡിയോ എടുക്കും നോക്കുമ്പോഴേക്ക് അടിയിൽ പോയി. ഇനിയിപ്പോഴേ പൊന്തൂല. ഇനിയിപ്പം വീഡിയോ എടുക്കും. പൊന്തണ്ടേ. സണ്ണ് കണ്ടോ. സൂര്യനിങ്ങനെ ഉദിച്ചിങ്ങനെ പൊന്തുകയാണ്. ഭയങ്കര ബ്യൂട്ടി. ഇതാ റിപ്പോർട്ടറിൻ്റെ വണ്ടിയും കാരവണും അതാ പാലത്തിന് മുകളിൽ അങ്ങനെ അവിടെ കണ്ടോ. റിപ്പോർട്ടറിൻ്റെ വണ്ടി കാരവൺ അങ്ങനെ പാലത്തിനുള്ളിൽ കാണുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടാണ് അതല്ലേ. ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലെ റൂമിലെത്തിയിരിക്കുകയാണ്. ബാഗാടെ വെച്ചിട്ടുണ്ട്. ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലെ റൂം സെറ്റപ്പ് മുടിയെല്ലാം ശരിയാക്കട്ടെ. റെഡിയാകാം. ഗ്ലാസ് വണ്ടി വിട്ട് എനിക്ക് ലക്ഷദ്വീപ് പോയത് ഓർമ്മയായിരുന്നു ഷിപ്പിൽ മുമ്പ്. 5-6 വർഷം മുമ്പ് ലക്ഷദ്വീപ് പോയി. കവരത്തിയിൽ നമ്മൾ അനാർക്കലി ഫിലിം ഇറങ്ങിയ പാട്. അതിന് ശേഷം ഒരു 15 ദിവസം ഉണ്ടായിനി ലക്ഷദ്വീപിൽ കവരത്തിയിൽ. എനിക്ക് ഈ ബോട്ടിൽ ഇങ്ങനെ ഒരു ജെർക്കിങ് ഇല്ലേ. പക്ഷെ ജെർക്കിങ് ഇല്ല കേട്ടോ. കവരത്തിലാകുമ്പോൾ അത് കടലായതുകൊണ്ടാണ് കേട്ടോ. നല്ല ജെർക്കിങ്ങാണ്. ഓളം ഇതിന് ഓളമില്ല. ഇത് പുഴയായോണ്ടല്ലേ. യെസ്. ഓക്കെ കുഴപ്പമില്ല. പക്ഷേ എന്തായാലും പാർട്ടി അങ്ങനെ നിലപാടെടുത്തു. അത് ശരി, നമ്മുടെ വിയോജിപ്പുണ്ട്. അവസാന നിമിഷം പാർട്ടിയുടെ നേതാക്കൾ പറയുമ്പോൾ 53 വർഷത്തെ പാർട്ടിക്കെതിരെ. അങ്ങനെ റോഡിലെത്തിയേട്ടാ. ഹൗസ് ബോട്ടിൽ നിന്നുള്ള ഷോകൈന് അങ്ങനെ പറയാം. ഷോകൈന് കോഫി വിത്ത് അരുൺ. യെസ്. അങ്ങനെ ബസ്സിൻ്റെ അടുത്തെത്തി. ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ റിപ്പോർട്ടർ. യെസ്. ഇനി ബസ്സിൽ നിന്നുള്ള പരിപാടിയാണ്. നമ്മൾ ബസ്സിൽ കയറുകയാണ്. ഇനി നെക്സ്റ്റ് ബസ്സിൽ അരുൺ സാർ വരുന്നുണ്ട്. റിപ്പോർട്ടറിൻ്റെ
റിപ്പോർട്ടർ ചാനലിൽ ലൈവ് നോക്കിയാൽ കാണും. പക്ഷേ വീഡിയോ വരുമ്പോൾ ലേറ്റ് ആവും. വീഡിയോ എന്തായാലും ഒരു ദിവസം ആവും എഡിറ്റ് ചെയ്തിട്ട് വരുമ്പോൾ. എൻ്റെ വീഡിയോ, എൻ്റെ വ്ളോഗ്, എൻ്റെ പാട്ടുണ്ട്. ഈ കുട്ടി പാടുന്നുണ്ട്, പ്രൈസാറിൻ്റെ മിമിക്രി ഉണ്ട്. റിപ്പോർട്ടറിൻ്റെ ദിവസമുണ്ട്. ഞാൻ വ്ളോഗിൽ പാടുന്നിടാൻ നോക്കാം കേട്ടോ. ഞാൻ പഴയൊരു ഹിന്ദി മെലഡി പാടാം. ഇതായിരുന്നു ആ ചോദ്യവും. ആ ചോദ്യത്തിലുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി അതൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇതേ ശബ്ദത്തിൽ ഇപ്പൊ മറ്റൊരാൾ നമ്മളോട് പറയും. എന്താ നമ്മുടെ പേര്? എൻ്റെ പേര് പ്രജിത്ത് കുഞ്ഞിമംഗലം. പ്രജിത്ത് എന്ന് പറഞ്ഞു. അതൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അതൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളതായിരുന്നു. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോട് ആ ചോദ്യം ചോദിച്ചയാളെ ഞങ്ങൾ തിരഞ്ഞു. പ്രവീൺ പുരുഷോത്തമൻ കണ്ടെത്തിയില്ല. അഭിജിത്ത് മുഴക്കത്തുള്ള വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് പേര് അഷ്റഫ്. അഷ്റഫ് ഒരു ഗായകനാണ്, അപ്പോൾ ഒരു പ്രൊഫഷണൽ സിംഗറാണ്. അപ്പം ഈ നല്ല ചൂടത്ത് ഒത്തിരി തണുപ്പോടെ ഒരു പാട്ട് കൂടി നമുക്കൊന്ന് കേൾക്കാം. അഷ്റഫ് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? പഴയൊരു ഹിന്ദി മെലഡി പാടാം. ആഹാ, അടിപൊളി അല്ലേ? നമുക്കൊന്ന് കേട്ടു വരാം. जब से तुझे देखा दिल को कहीं आराम नहीं, मेरे होठों पे एक तेरे सिवा कोई नाम नहीं, अपना भी हाल तुम्हारे जैसा है साँझ, बस याद तुझे करती है और कोई काम नहीं, बन गया हूँ मैं तेरा दीवाना, धीरे धीरे से दिल को चुराना. ധീരെ ധീരെ സേ ചലോ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ കൂടുതൽ ആവേശത്തോടു കൂടി നമ്മുടെ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ഉഷാറാവുകയാണ്. ഇതിനിടയ്ക്ക് പാട്ട് പാടിയ നമ്മുടെ അഷ്റഫിന് കൊടുത്തോളൂ. ഓക്കെ, സങ്കീർത്തന പിടിച്ചാട്ടെ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ യാത്ര തുടരുന്നു. അണ്ടി ഈത്തപ്പഴം എങ്ങനെയുണ്ട്? ഈത്തപ്പഴം എങ്ങനെയുണ്ട്? അണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഇവിടുത്തെ അവസ്ഥ കാണിച്ചാലല്ലേ ഇതൊക്കെ. നമ്മ ബസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കട്ടോ. ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരുണ്ട്. എടാ ഹായ് പറഞ്ഞാൽ എല്ലാവരും. അപ്പോൾ ഇവിടെല്ലാം വരാണ്ട് എത്ര കേട്ടോ, അടുത്ത വരും. അപ്പോൾ റോഡിലൊരു അവസ്ഥ കാണിച്ചാലേട്ടാ. റോഡൊക്കെ അല്ല, നേതാക്കന്മാരെല്ലാം വന്നിട്ട് ചാനലിൽ എന്താ പറയുക, നേതാക്കന്മാരെല്ലാം വീഡിയോസാണ് ലൈവ് പോയെന്ന്. നേതാക്കന്മാരെല്ലാം വരുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. LDF വരും, എല്ലാം ശരിയാകും എന്നുള്ള കാര്യങ്ങളിൽ LDF വന്നു. ഒരുപാട് കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങൾ ശരിയാവാനുണ്ട്. അതൊക്കെ അടുത്ത 5 വർഷം കൊണ്ട് ഞങ്ങൾ ശരിയാക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചില വിരട്ടലും വിലവേശലും ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. നല്ലവർ. मेरे प्यारे देशवासियों, मेरे प्यारे पिनराय, मेरे प्यारे श्रीमन जांडी, अभी त्रिशूर हम लोग उठाया. अभी त्रिवेंद्र में कोऑपरेशन हमारे हाथ के अंदर है. अभी केरला में
अभी केरला हम उठाएंगे. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? ഉമ്മൻചാണ്ടി, ഒപ്പം തന്നെ പിണറായി വിജയൻ, നരേന്ദ്രമോദി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളുടെ പൊളിറ്റിക്കൽ പിക്നിക് യാത്ര തുടരുകയാണ്. സ്റ്റേറ്റ് സെക്രട്ടറിയുമായി സംസാരിച്ച് വിദേശകാര്യമന്ത്രി രാജ്യസഭയിലെ പ്രസ്താവന. കൊളംബിയയിൽ സൈനിക വിമാനം തകർന്നു വീണ് വൻ ദുരന്തം. 66 പേർ കൊല്ലപ്പെട്ടു. വിമാനത്തിലുണ്ടായിരുന്നത് സൈനികർ. അപകടത്തിൽപ്പെട്ടത് C-130 വിമാനം. എൻ്റെ കൂടെ ഒരു ഗായികയുണ്ട്. എൻ്റെ പേര് സങ്കീർത്തന. സങ്കീർത്തന ഇവിടെ നോക്കിട്ടോ. ആ പറ, എന്തൊക്കെയാണ്? എവിടെയാ സ്ഥലം? കല്യാട്. കല്യാട്. ഇരിക്കൂർ കല്യാട്. ഇരിക്കൂർ കല്യാട്. എന്തൊക്കെയാണ്? അല്ലല്ല, എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ +2 കഴിഞ്ഞിട്ട് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അടിപൊളി. എന്താണ് അനുഭവം? എന്താണ് ഇന്നത്തെ അവസ്ഥ? ഇന്നത്തെ അനുഭവം നല്ലൊരു വേറിട്ടൊരു അനുഭവമായിരുന്നു. അനുഭവമായിരുന്നു. മക്കളെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാപ്പ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. റിപ്പോർട്ടർ കണ്ട. നമ്മൾ ബസ് ഇറങ്ങിയാണ്. കൈത്തോട്ടം നടക്കുന്നുണ്ട്. നമ്മൾ പോവുകയാണ്. റിപ്പോർട്ടർ ബാക്കിൽ കാരവൺ. അങ്ങനെ നമ്മുടെ പര്യടനം കഴിഞ്ഞ് പോവുകയാണ്. സ്പെഷ്യലി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സുധി നാടോടി, സുധിച്ചേട്ടന് സ്പെഷ്യൽ താങ്ക്സ്. അതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാലോ. നമ്മളങ്ങനെ ഭയങ്കര വെയിലട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്ത് നമുക്ക് കഴിക്കണം. രാവിലെ ഒരു ഗ്ലാസ് ചായയും കുറച്ച് ഈത്തപ്പഴവും കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഇതൊക്കെയാണ് അല്ലേ? അത്രയേ ഉള്ളൂ. അണ്ടിപ്പരിപ്പും ബസ്സിൽ നിന്ന് അണ്ടി, പിസ്ത, ബദാം. പക്ഷെ രാവിലത്തെ ചായയിലുള്ള ഒന്നും കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കട്ടെ. നിങ്ങൾ ലൈറ്റായിട്ട് ഒരു ബിരിയാണി, ഒരു ബീഫ് ഫ്രൈ, അതൊന്നും വേണ്ട. പുട്ടുണ്ട് നല്ല പുട്ട് കറി, മസാലക്കറിയേ ഉള്ളൂ പോലും. അത് മാത്രമേ ഉള്ളൂ, മസാലക്കറിയേ ഉള്ളൂ. വേറെ ഇല്ല, കാരണം ഗ്യാസിൻ്റെ പ്രശ്നമെല്ലാം ഉണ്ട്. മസാലക്കറി ഒന്നും മതി തോന്നുന്നു അല്ലേ? മസാലക്കറി ഇന്ന് ഇതൊക്കെ അറിയില്ല. മസാല ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മധുരം കുറവ്. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഓർഡർ എടുക്കാൻ വരുമ്പോൾ മുട്ട റോസ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് പോയിനി. വെയ്യണ്ട് പറയുന്നു ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ഒന്നില്ല. ഓർഡർ എടുക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ മുട്ട റോസ്റ്റ്, മുട്ടക്കറി എന്നെല്ലാം പറഞ്ഞിട്ട് പോയി. വയ്യണ്ടി ഇതിൻ്റെ ആണുങ്ങൾ എന്നൊക്കെ പറയുന്നു ഗ്യാസില്ലാത്തോണ്ട് ഒന്നില്ല. അങ്ങനെ ആയിക്കോട്ടെ. മസാലക്കറി കൊണ്ട് തന്നെ പൊട്ട് മസാലക്കറി തിന്നോക്കട്ടെ. രാവിലെ ഒന്നൊരു ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. രണ്ടെണ്ണം അതുകൊണ്ട് നമ്മളിത് കഴിച്ചതാണ്. ഷുഗർ കട്ട്, ചെറിയ ഷുഗർ. കടന്നപ്പള്ളി